ഒരു കംപ്രസർ ഫിറ്റാക്കാനായിട്ട് വന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെയാണ് എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമുക്ക് നല്ല 8-ൻ്റെയും 16-ൻ്റെയൊക്കെ പണി കിട്ടുന്ന. ഇതുപോലെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പണി കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കട്ടെ, അപ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് ഇതിലുള്ള ഈ ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാകും. നമ്മൾ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. കംപ്രസർ സെറ്റാക്കി, അതിൻ്റെ പാനൽ ബോർഡ് സെറ്റാക്കി, സോക്കറ്റ് എല്ലാം ക്ലിയർ ആക്കി, എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഒരൊറ്റ പ്രശ്നം, ചെറിയൊരു മിസ്റ്റേക്ക് ഒന്ന്. അതെന്താണ് ശ്യാമി, ചെറിയൊരു മിസ്റ്റേക്ക് എന്തിനാണ്? പറ, എന്ത് മിസ്റ്റേക്ക് എന്താണ്? മോട്ടർ ഓൺ ആവുന്നില്ല. അതാണ് മെയിൻ പ്രശ്നം. മോട്ടർ ഓൺ ആവുന്നില്ല. ഈ കംപ്രസർ ഉണ്ടല്ലോ, ഞാൻ ഇരിക്കുന്ന ഈ കംപ്രസർ വർക്ക് ആവുന്നില്ല. ബാക്കി എല്ലാം ഓക്കെയാണ്. പൈപ്പൊക്കെ 2 ഇഞ്ചിന്റെ പൈപ്പൊക്കെ ഇട്ട് എല്ലാം കിടുക്കാച്ചിയായിട്ട് കണ്ടില്ല. പാനൽ ബോർഡ് എല്ലാം സെറ്റാക്കി വെച്ചിട്ട്. പക്ഷേ ഈ വെള്ളം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട മെയിൻ കംപ്രസർ, ആ കംപ്രസർ ഓൺ ആവുന്നില്ല. സംഭവം ഇതിനകത്ത് ലീക്ക് ഉണ്ട്. ലീക്ക് എന്ന് പറയുമ്പോ ഇത് നമുക്ക് അഴിച്ചു ചെയ്യാൻ പറ്റത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മെയിൻ വാറന്റി ഉള്ള സാധനം ആയതുകൊണ്ട് കമ്പനി നാളെ വന്ന് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ റെഡിയാക്കുന്നില്ല. ഓക്കെ, അതാണ് മെയിൻ പ്രശ്നം. ഞാൻ ലീക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അങ്ങനെ ഇതാണ് നമ്മുടെ മെഷീൻ മക്കീന. അതുകൊണ്ട് ഈ ഒരു സാധനത്തിന് ഭയങ്കര ലീക്ക്. ഇതിന്റെ വേറെ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. ഓഫ് ചെയ്യാനാ കണ്ട, ഇതിൽ നിന്ന് ഫുള്ള് ഇത് ആദ്യമേ എവിടെയൊക്കെ വെച്ചിരുന്നതാണ് സാധനം. കുറച്ചും ഇങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റി വെച്ചതാണ്. അധികം പഴക്കമൊന്നുമില്ല, പക്ഷെ ഉപ്പുവെള്ളം ആയതുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത്. അപ്പം ഇതിൽ നിന്ന് ലീക്കുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് ഓണാവുന്നില്ല, മോട്ടർ ഓണാവുന്നില്ല. കണക്ഷനൊക്കെ നമ്മൾ നോക്കിയിട്ട് ഓക്കെയാണ്. പിന്നെ നമ്മളിതൊന്നും തൊടാനൊന്നും നിന്നില്ല. തൊട്ട് ഇനി എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മളെ മണ്ടയ്ക്കിരിക്കും. അതുകൊണ്ട് നമ്മുടെ പണിയെല്ലാം നമ്മൾ കഴിഞ്ഞതിന് ശേഷം നമ്മളിത് നൈസായിട്ട് അങ്ങ് അടച്ചങ്ങ് വെച്ച്. ഇനി അവരെ വിളിച്ചിട്ടുണ്ട്, അവർ വരും, കമ്പനിക്കാർ വന്ന് ഇതിനെ റെഡിയാക്കും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അല്ലടാ, നമ്മളെ പണിയൊക്കെ നമ്മൾ ഇത്രയും നേരം കഷ്ടപ്പെട്ട് ചെയ്തതൊക്കെ വേസ്റ്റ് ആയി പോയില്ലേ? നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഓണാക്കി ആ വെള്ളം ഒന്ന് ചാടുന്നത് കാണാനുള്ള ഭാഗ്യം നമുക്ക് ഉണ്ടായില്ലല്ലേ?